പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സ്ഥിരം ധരിക്കുന്ന വെള്ള ടീഷർട്ടും പാൻറ്റും മാറ്റി കുർത്തയും പൈജാമയുമാക്കി 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വേഷമാറ്റം. ഈ വേഷം മാറ്റാൻ കാരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ താക്കീതും ഉപദേശവുമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം കുട്ടിക്കളിയല്ല. ടീഷർട്ടൊക്കെ കൊള്ളാം, ടീഷർട്ടൊക്കെ ഇടുന്നത് കൊള്ളാം. അത് വീട്ടിലിട്ട് നടക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തു. അത് ലോക്സഭയിൽ വേണ്ട. ലോക്സഭയിലെത്തുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചെത്തണം. ഒരാളുടെ പക്വത അളക്കുന്നതിൽ ഒരു കാര്യം ധരിക്കുന്ന വസ്ത്രമാണ്. നാണം മറയ്ക്കാൻ ഏത് തരത്തിലുള്ള വസ്ത്രവും ധരിക്കാം. പക്ഷേ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ധരിക്കേണ്ട വസ്ത്രത്തിന് പ്രോട്ടോക്കോളൊന്നുമില്ലെങ്കിലും മാന്യമായ ഡ്രസ്സ് ധരിക്കണം. ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ ടീഷർട്ടും ബെർമുടയും അല്ലെങ്കിൽ പാൻറ്റും ഒക്കെ ഇട്ട് നിയമനിർമ്മാണ സഭയിലൊക്കെ വരുന്നത് എന്തും മ്ലേച്ഛകരമാണ്. 2022 ഭാരത് ജോഡോ യാത്ര മുതൽ വെള്ള ടീഷർട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലും ഈ വെള്ള ടീഷർട്ടുകളാണ് രാഹുൽ ധരിച്ചത്. സുതാര്യത, ലാളിത്യം, പരിശ്രമം എന്നിവയുടെ പ്രതീകമാണ് ഇവയെന്നായിരുന്നു രാഹുലിൻ്റെ വിശദീകരണം. പക്ഷേ അത് ജനങ്ങളങ്ങനെ വിചാരിക്കണമെന്നില്ല. ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഈ ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ പോരാട്ടത്തിൻ്റെ അടയാളമായിരുന്നു ഇതെന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായ സാഹചര്യത്തിൽ അതിന് യോജിച്ച വസ്ത്രം ധരിക്കണമെന്നുള്ള ഖാർഗെയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മുൻപ് പതിവായിരുന്ന വെള്ള കുർത്തയിലേക്ക് മടങ്ങിയെത്തിയതെന്ന് രാഹുൽ തന്നെ പറഞ്ഞു.